ആകാശമേഘങ്ങളിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് ഓടിയെടുക്കുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണുകൾ ഉയർത്തി നോക്കട്ടെ. യുഗം അതിന്റെ സന്ധ്യയിൽ വന്നു നിൽക്കുന്നു. ചരിത്രം അതിന്റെ വഴിത്തിരിവിലെത്തി നിൽക്കുന്നു. നമ്മുടെ ജീവിത യാത്ര നിത്യതയുടെ കരപറ്റാൻ നേരമായി. കർത്താവിന് സ്തോത്രം. നമുക്കറിയാം, ഈ ഭൂഖണ്ഡം ഇത് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ഫ്രാൻസിലെ രാജാവിന്റെ സാമ്പത്തിക സഹായവും പറ്റി ഇത് കണ്ടുപിടിക്കാനായി താൻ നടത്തിയ യാത്രയ്ക്ക് നടുവിൽ പല ദിവസങ്ങൾ പിന്നിട്ട് സാന്താമറിയം എന്ന ആ കപ്പലിൽ പഴകി ദ്രവിച്ച കപ്പലിൽ യാത്ര ചെയ്ത് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ സഹയാത്രികർ അക്ഷമരായി. അവർ ചോദിച്ചു, ഇവിടെ കൊണ്ടുപോവുക, കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? നമ്മൾ എങ്ങും കര പറ്റുമെന്ന് തോന്നുന്നില്ല, ഇവിടെ എങ്ങും കരയില്ല, കര പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബഹളമുണ്ടാക്കരുത്, എനിക്കൊന്ന് ധ്യാനിക്കണം. അദ്ദേഹം നേരെ കടലിന്റെ ചുറ്റോളങ്ങളിലേക്ക് കടലിലേക്ക് അല്പസമയം ധ്യാനപൂർവ്വം നോക്കി. അല്പ മിനിറ്റുകൾ കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം, തന്റെ കണ്ണുകൾ തൻ മുകളിലേക്ക് ഉയർത്തി ആകാശത്തട്ടിലേക്ക് തന്നെ നോക്കിയിട്ട് ഒരു വെളിപ്പാട് കിട്ടിയതുപോലെ താൻ ചാടി എണീറ്റ് പറഞ്ഞു, നാം കരയെടുക്കാറായി. അപ്പോൾ സഹയാത്രികർ ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി നമ്മൾ കരയെടുക്കാറായെന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കടലിന്റെ ചുറ്റോളങ്ങളിലേക്ക് നോക്ക്. കരയ്ക്ക് വളരുന്ന ഇലത്തലപ്പുകളല്ലേ ഈ കടലിൽ ഒഴുകി നടക്കുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ അടുത്തെവിടോ കരയുണ്ടെന്ന് ആ കടലിന്റെ ലക്ഷണം നമ്മളോട് പറയുന്നു. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്ക്. കരയ്ക്ക് മുട്ടയിട്ട് ജീവിക്കുന്ന പക്ഷികളല്ലേ ഈ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇവിടെ അടുത്തെവിടോ കരയുണ്ടെന്ന് ആകാശ ലക്ഷണം നമ്മളോട് പറയുന്നു. കടലിന്റെ ലക്ഷണം കണ്ടോ, ആകാശ ലക്ഷണം കണ്ടോ, നമ്മൾ കരയെടുക്കാറായി എന്ന് പറഞ്ഞപ്പോൾ അവർ തുള്ളിച്ചാടുകയും അധികം താമസിക്കാതെ പുത്തൻ കരയിൽ അവർ കാലൂന്നുകയും ചെയ്തെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണുകൾ ഉയർത്തി അന്തരീക്ഷത്തെ വിവേചിക്കുക. എന്റെ മുൻപിലിരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ജീവൻ പ്രാപിച്ച ദൈവമൈതലേ, നമ്മൾ നിത്യതയുടെ കരയെടുക്കാറായി. നമ്മുടെ കാലുകൾ നിത്യതയിൽ ഊന്നാൻ ദിവസങ്ങൾ അടുത്തു വരുന്ന ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ പുനരാഗമനത്തിനായി കണ്ണു തുറക്കുന്ന രാത്രി തീരണം. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബെഥാനിക്കും ബെത്ഫാഗയ്ക്കും ഇടയിൽ നിന്ന് ഒരു കഴുതമേൽ കയറി യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവന്റെ യാത്രാ മൃഗം ഒരു കഴുതയാണ്. കഴുത പ്രവാചക വാഹന മൃഗം. അവന്റെ യാത്ര പരിവാര സമേതമാണ്. പരിവാരം രാജാക്കന്മാരുടെ പദവിയാണ്. അത് അവൻ ദേവാലയത്തിൽ എത്തിക്കഴിഞ്ഞു. അബ്രഹാം തന്റെ മകനായി ഇസഹാക്കിന് ബലികഴിപ്പാൻ മോറിയായി ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരുക്കൾ കൊണ്ടും പടുത്തുയർത്തിയ യെരൂശലേം ദേവാലയം. ആ ദേവാലയത്തിൽ അശുദ്ധിയുടെ കച്ചവടം കണ്ടപ്പോൾ കയ്യിൽ ചാട്ടവാറെടുത്തു. ദേവാലയ ശുദ്ധീകരണം പുരോഹിതന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ഔദ്യോഗികമായി 3 കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. യാത്രയിൽ ഉപയോഗിച്ച വാഹനമൃഗം അവൻ പ്രവാചകനാണെന്ന്, യാത്രയിലെ പരിവാരം അവൻ രാജാവാണെന്ന്, ദേവാലയ ശുദ്ധീകരണം അവൻ പുരോഹിതനാണെന്ന്. ആ ജനതയുടെ പ്രവാചകനായി, ആ ജനതയുടെ രാജാവായി, ആ ജനതയുടെ പുരോഹിതനായി, ആ ജനതയുടെ പ്രവാചകനായി യേശു യെരൂശലേമിലേക്ക് വന്നു. പക്ഷേ ദേവാലയ അധികാരികൾ ചോദിച്ചു, തനിക്ക് എന്താണോ ഇവിടെ കാര്യം? അങ്ങനെ യേശുവിനെ അവർ പുറത്താക്കുകയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടെ യെരൂശലേമിനോട് യാത്ര പറയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദേവാലയ കുന്നിൽ നിന്നും തൊട്ട് പടിഞ്ഞാറേ ചരിവിൽ ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അധികം താമസിക്കാതുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പവിത്രമായ പാദം തൊട്ട് കഴിയുമ്പോൾ കിഴക്ക് പടിഞ്ഞാറായി 2 പൊട്ടിക്കീറുന്ന ഭാഗ്യകാലമോർത്ത് നമ്മുടെ തലമുറയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് ദേവാലയത്തിന്റെ ആകെ ഉച്ചിഷ്ടങ്ങൾ കഴുകി ഒഴിക്കുന്ന ഒലിപ്പുതോടായ കിദ്രോൻ തോട് കുറുകെ മുറിച്ച് കർത്താവിന്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് പടിഞ്ഞാറേ ചരിവിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയം. എന്റെ ഭാവനയിൽ ഞാൻ പറയാം, AD 30 ഏപ്രിൽ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന അന്നേ ദിവസം അസ്തമന സൂര്യന്റെ ചെങ്കതിരികൾ യെരൂശലേം ദൈവാലയത്തിന്റെ താഴികക്കുടത്തിൽ തട്ടി പ്രതിഫലിച്ച് ദൈവാലയം ഒരു കനക കൊട്ടാരം പോലെ കണ്ണിന് ഇമ്പകരമായി വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോൾ ദൈവാലയത്തിന്റെ കനകകാന്തിയിലേക്ക്, ദൈവാലയത്തിന്റെ ബാഹ്യ സൗന്ദര്യത്തിലേക്ക് കണ്ണുടക്കിയ ശിഷ്യന്മാർ പശ്ചാത്തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ദൈവാലയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു നോക്ക്, സുന്ദരമായിരിക്കുന്നു ദൈവാലയം.
പുറത്തെ ഭംഗി കണ്ട് മാർക്കിട്ട ശിഷ്യന്മാരുടെ നടുവിൽ അകത്തെ പാപത്തിന്റെ കറ കണ്ട് ന്യായവിധി കൽപ്പിച്ച കർത്താവ് പറഞ്ഞു, ഇതൊക്കെയും കാണുന്നില്ലയോ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന കാലം വരും. ഒരു ദൂത് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ലോകത്തിന് പുറത്തെ ഭംഗിയാണ് വലുതെങ്കിൽ എന്റെ ദൈവത്തിന് അകത്തെ വിശുദ്ധിയാണ് വലുത്. ഒരിക്കൽ കൂടെ ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ലോകത്തിന് പുറത്തെ ഭംഗിയാണ് വലുതെങ്കിൽ എന്റെ ദൈവത്തിന് അകത്തെ വിശുദ്ധിയാണ് വലുത്. പുറത്തെത്ര ഭംഗിയുണ്ടെങ്കിലും അകത്ത് വിശുദ്ധി തകർന്നാൽ അധിക നാൾ നിൽക്കാൻ അനുവദിക്കാതെ തകർക്കുന്ന ഒരു കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെന്ന് കാണുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ രാത്രി പുറത്തെ വിശുദ്ധിയേക്കാൾ അവൻ അകത്തെ ഭംഗിയാണ്, അകത്തെ വിശുദ്ധിയാണ് നോക്കുന്നത്, പുറത്തെ ഭംഗിയേക്കാൾ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 3.5 കൊല്ലം ഗുരുവും ഗുരുനാഥനുമായവനോടുകൂടെ നിഴൽ പോലെ പിന്തുടർന്നവരാണിവർ. പക്ഷേ ഈ ശബ്ദത്തിന് മുൻപിൽ സത്യത്തിന് ഇവരുടെ തല ഇറങ്ങിപ്പോയി. എന്നറിയാമോ? ഇത്രയും ദിവസങ്ങളിലെ പ്രസംഗം ഇവരുടെ അകത്ത് കാര്യമായി കയറിയിട്ടില്ലെന്നുള്ളൊരു തെളിവാണ്. ദൈവാലയത്തെക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, പ്രവാചകനിലും വലിയവൻ, യോനയിലും വലിയവൻ എന്നൊക്കെയുള്ള പ്രസംഗം ഇടതടവില്ലാതെ കേട്ടിട്ടും ഉള്ളിൽ നിന്ന് ഇതുവരെ പള്ളിക്കൊതി വിടാത്ത ശിഷ്യന്മാരുടെ തലകറങ്ങിപ്പോയി യേശുവിന്റെ മറുപടി കേട്ടപ്പോ ഇന്ന് രാത്രി ഒരു വസ്തുത ശ്രദ്ധിക്കണേ. യേശുവിനെ പിൻപറ്റുമ്പോഴും യേശുവിനെ അനുഗമിക്കുന്നു എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിക്കുമ്പോഴും യേശു വെറുക്കുന്ന പലതും ഉള്ളിൽ ഊറിക്കൂടിയിട്ടാണ് നീ സിയോൻ യാത്ര ചെയ്യുന്നതെങ്കിൽ നിന്റെ ഉള്ളിൽ ഊറിക്കൂടിയിരിക്കുന്ന മോഹക്കോട്ടകളുടെ മേൽ എന്റെ ദൈവത്തിന്റെ ന്യായവിധിയുടെ തീറങ്ങുന്നതിന് മുൻപ് എല്ലാം വലിച്ചു പുറത്തു കളയുക. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഇന്ന് രാത്രി നമ്മുടെ നാഥൻ മാത്രമായിരിക്കട്ടെ നമ്മുടെ ആരാധനയുടെ കേന്ദ്രബിന്ദു. ദൈവത്തിന് സ്തോത്രം. അവർ ഒലിവ് മലയുടെ മുകൾ പരപ്പിൽ എത്തിക്കഴിഞ്ഞു. ശിഷ്യന്മാർ ഉദ്യോഗഭരിതരായി നാഥന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഗുരു, നീ പറഞ്ഞില്ലേ നിന്റെ വരവ് അതെപ്പോൾ സംഭവിക്കും? അത് യുഗത്തിന്റെ അന്ത്യം അതെപ്പോൾ സംഭവിക്കും? കാര്യങ്ങൾക്ക് തെളിവ് തരാമോ? കർത്താവ് അറിയണ്ട എന്ന് പറഞ്ഞില്ല. സമയം വ്യക്തമാക്കേണ്ടതിന് വേണ്ടി കർത്താവ് ഉപയോഗിച്ച പദങ്ങൾ ശ്രദ്ധിക്കണം. ആ നാളും നാഴികയും സംബന്ധിച്ച്. നാൾ എന്ന് പറഞ്ഞാൽ ഡേറ്റ്, നാഴിക എന്ന് പറഞ്ഞാൽ മണിക്കൂർ. നാളും നാഴികയും എന്ന് പറഞ്ഞാൽ ദിവസവും മണിക്കൂറും സംബന്ധിച്ച് എന്റെ പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ മറച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ് ആ ദിവ്യ രഹസ്യം. എന്നാൽ ഒരു കാലം, ഒരു സീസൺ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ആ സീസൺ ചരിത്രത്തിൽ അടുക്കുമ്പോൾ എന്റെ വരവ് അടുക്കൽ വാതുക്കലായി എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. സ്തോത്രം. ആ സീസൺ ചരിത്രത്തിൽ ഒരു പ്രത്യേക കാലഘട്ടം ഉണ്ടായി. ആ കാലഘട്ടം ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടും എന്ന് പറഞ്ഞാൽ വേദപുസ്തകം നാം സമഗ്രമായി അപഗ്രഥിച്ച് പഠിച്ചാൽ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ഇടപാടിൻ കാലങ്ങളെ വ്യത്യസ്ത സമയങ്ങളുള്ള യുഗങ്ങളായി തിരിച്ചു പഠിക്കാൻ കഴിയും. അതിൽ ഒന്നാമത്തെ യുഗം നിഷ്കൽമഷ യുഗം, രണ്ടാമത്തെ യുഗം മനസാക്ഷി യുഗം, മൂന്നാമത്തെ യുഗം മാനുഷിക ഭരണയുഗം, നാലാമത്തെ യുഗം വാഗ്ദത്ത യുഗം, അഞ്ചാമത്തെ യുഗം ന്യായപ്രമാണ യുഗം, ആറാമത്തെ യുഗം കൃപായുഗം, ഏഴാമത്തെ യുഗം സഹസ്രാബ്ദ യുഗമെന്നോ നിത്യയുഗമെന്നോ പറയാം. ആ യുഗകാര്യ പരിപാടി 2 സംഭവങ്ങളുടെ നടുവിലാണ് ഓരോ യുഗങ്ങളും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് നിഷ്കൽമഷ യുഗം. ഏദൻ പൂങ്കാവനത്തിൽ ആദ്യ മാതാപിതാക്കളെ ദൈവം ആക്കുന്നത് മുതൽ ഏദനിൽ നിന്ന് ആ കുടുംബത്തെ ദൈവം പുറത്താക്കുന്നത് വരെയുള്ള കാലഘട്ടം ചരിത്രത്തിൽ നിഷ്കൽമഷ യുഗം. രണ്ടാമത്തെ യുഗം മനസാക്ഷി യുഗം. സ്തോത്രം. ഏദൻ അവർ പുറത്താക്കപ്പെടുന്നത് മുതൽ നോഹയ്ക്ക് ജലപ്രളയം വരെയുള്ള കാലഘട്ടം മനസാക്ഷി യുഗം. നോഹയ്ക്ക് ജലപ്രളയം മുതൽ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഇന്നത്തെ ഇറാഖിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ഡെൽമുക്കയ എന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത് വരെയുള്ള കാലഘട്ടം വാഗ്ദത്ത യുഗം. അടുത്തത് ന്യായപ്രമാണ യുഗം. ന്യായപ്രമാണ യുഗം 2 മലയിടുക്കുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു മല സീനായ് മല, അടുത്ത മല കാൽവറി മല. സ്തോത്രം. മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീ. അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് മോശ പറയത്തക്ക വിധം പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവം മുഴുബലത്തോടെ ഒരു പർവ്വതത്തിന് മുകളിൽ ഇറങ്ങി വന്ന് കൽപ്പനകളിൽ അഗ്നി വിരലുകളാൽ എഴുതി
എഴുതി നൽകുന്ന സീനായി മലയ്ക്കും കാൽവറിയിൽ സ്വന്തം തോളിന്മേൽ തലചായ്ച്ചുകൊണ്ട് നമ്മുടെ നാഥൻ പ്രാണനെ വിടുന്ന കാൽവറി മലയ്ക്കുമിടയിൽ 1500 വർഷം ന്യായപ്രമാണ യുഗം നിലകൊള്ളുകയാണ്. സ്തോത്രം. അടുത്ത യുഗം കൃപായുഗം, സഭായുഗം, ചർച്ച് ഏജ്, ഹോളി സ്പിരിറ്റ് ഏജ് എന്നറിയപ്പെടുന്ന ഈ ആത്മയുഗമാണ്. ശ്രദ്ധിക്കൂ, ന്യായപ്രമാണ യുഗം 2 മലയിടുക്കുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്തതുപോലെ തന്നെ കൃപായുഗം 2 കല്ലറകളുടെ ഇടയിൽ, 2 പുനരുത്ഥാനങ്ങളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. സ്തോത്രം. ഒന്നാമത്തെ കല്ലറ ക്രിസ്തു മരിച്ചവരിൽ നിന്നും ആദ്യ ഫലമായി ഉയർത്തെഴുന്നേൽപ്പ്. അടുത്ത പുനരുത്ഥാനം യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ കാഹളത്തിന്റെ ശബ്ദത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഉയർപ്പ്. ഇന്ന് രാത്രി വിശ്വാസ കണ്ണുകളാൽ അത് കാണുന്ന ദൈവമക്കൾക്ക് വാപൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. ആ പുനരുത്ഥാനത്തിനും ആത്മാവിൽ കാണുന്ന നിന്റെ അധരം ചലിക്കും. കാരണം വരാൻ തുടങ്ങുന്ന കാഹള ധ്വനിയുടെ രംഗം ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾക്ക് അകം തിളയ്ക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, H.G. വെൽസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിലെ സകല മതങ്ങളും അവരുടെ സ്ഥാപകരുടെ നാറിയ കല്ലറകളുടെ മുകളിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിനാൽ തുറന്നു കിടക്കുന്ന കല്ലറയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അതിന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവിന്റെ മാർഗമാണ്. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ നാഥൻ ഉയർത്തെഴുന്നേറ്റതിനാൽ അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി യോഗത്തിൽ ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ സ്തോത്ര സ്വരത്തോടെ അവനെ ആരാധിക്കുന്ന കാരണം ഈ രാത്രി ഓർക്കുക, എന്റെ നാഥൻ കല്ലറ കൊണ്ട് അസ്തമിച്ചവനല്ല. നമുക്കറിയാം, ലോകം വിശാലമായ കല്ലറ പട്ടണങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. വെസ്റ്റ്മിനിസ്റ്റർ ആബി ചരിത്രത്തിലെ ഏറ്റവും വലിയ കല്ലറ പട്ടണമാണ്. കാണുവാൻ ഞാൻ പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 1000കണക്കിന് കല്ലറകളുടെ നീണ്ട നിര കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലണ്ടിനെ കിടുകിട പ്രപ്പിച്ച രാജാക്കന്മാർ, രാജ്ഞിമാർ, അങ്ങനെയുള്ള ഭരണാധികാരികളുടെ കല്ലറകൾ തന്നെ പ്രവേശനം കഴിഞ്ഞ് ഒരുപാടുണ്ട്. വേദപുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത കിങ് ജെയിംസിന്റെ കല്ലറ നിങ്ങൾക്ക് കയറി ചെല്ലുന്നിടത്ത് കാണാം. ഒരു കാലഘട്ടം ആഫ്രിക്കയിൽ അധ്വാനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഇരിപ്പിൽ മരിക്കുകയും ഹാർട്ട് എടുത്ത് ആഫ്രിക്കയോടുള്ള സ്നേഹം കൊണ്ട് അവിടെ കുഴിച്ചിട്ടതിന് ശേഷം ശരീരം 40 ദിവസം വെയിലത്തിട്ട് ഉണക്കി അതെ വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ രാജകീയ പദവികളോടെ അടക്കുകയും ചെയ്ത ഡേവിഡ് ലിവിങ്സ്റ്റന്റെ കല്ലറ നിങ്ങൾക്ക് കയറി ചെല്ലുന്ന ഒരു ഭാഗത്ത് കറുത്ത മാർബിൾ ശേഖരങ്ങൾ, മാർബിൾ മൂടി കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ നിരവധി കല്ലറകൾ. എന്തിന്? നിങ്ങൾ സലാലയിലെത്തൂ. അവിടെ ഒരു മഞ്ഞുമൂടിയ മലയുടെ മുകളിൽ കാണാനിടയായിട്ടുണ്ട്. ഇയ്യോബ് എന്ന ഭക്തന്റെ കല്ലറ നിങ്ങൾക്ക് നേരിട്ട് കാണാം. നിങ്ങൾ മക്കയിലെത്തൂ. മുഹമ്മദ് നബിയുടെ കല്ലറ അതേ വെള്ളി രക്ത സ്വർണങ്ങൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നത് കാണാം. ഇനി പോട്ടെ, നിങ്ങൾ അതേ സലാലായി പോട്ടെ, മക്ക പോട്ടെ, നിങ്ങൾ മക്കപ്പേര ഗുഹയിലെത്തൂ. അവിടെ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, ലേയയുടെ ശവകുടീരങ്ങൾ 20 അടി മാറി കാർപ്പറ്റിട്ട് മൂടി മനോഹരമായി അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായി കാണാം. നിങ്ങൾ അതേ ഇറാനിലെത്തൂ. പേർഷ്യൻ രാജാക്കന്മാരുടെ കല്ലറകളുടെ ഇടയിൽ പുരാതന ഭക്തനായ ദാനിയേലിന്റെ കല്ലറ നിങ്ങൾക്ക് നേരിട്ട് കാണാം. എന്നാൽ ഇന്ന് രാത്രി ഒരു വസ്തുത ദൈവജനത്തിന് സ്തോത്രത്തോടെ ഓർക്കാനായിട്ടുണ്ട്. സലാലായിലെ ഇയ്യോബിന്റെ കല്ലറയുടെ മേൽമൂടി തകർത്താൽ അതിൽ നിന്ന് വാരിയെടുക്കുന്ന ശവധൂളികൾക്കകത്ത് ഇയ്യോബിന്റെ ശവശിഷ്ടങ്ങളെ ശാസ്ത്രത്തിന് വേർതിരിച്ചെടുക്കാൻ കഴിയും. സ്തോത്രം. മക്കയിലെ മുഹമ്മദ് നബിയുടെ ശവകുടീരത്തിന്റെ മേൽമൂടി ഉടച്ചു മാറ്റിയാൽ അതിനകത്ത് മുഹമ്മദ് നബിയുടെ തിരിശേഷിപ്പ് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. മക്കപ്പേര ഗുഹയുടെ മേൽമൂടി തകർത്താൽ അതിനകത്ത് പിതാക്കന്മാരുടെ തിരിശേഷിപ്പുകൾ അന്വേഷണത്തിൽ കിട്ടിയെന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ഇവിടുത്തെ കല്ലറകളിലെല്ലാം തിരിശേഷിപ്പ് അവശേഷിച്ചിരിക്കുമ്പോൾ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയേ ഉള്ളൂ. അതിന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവിന്റെ കല്ലറയാണ്. വിശ്വാസ കണ്ണുകളാൽ അത് കാണുന്ന ദൈവമക്കൾ ഒരു വസ്തുത ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ പുനരുത്ഥാനം യാഥാർത്ഥ്യമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ അത് സംഭവിക്കുന്നത് എപ്പോഴായിരിക്കും എന്നാണ് ചോദ്യം. അതെപ്പോൾ സംഭവിക്കും? കർത്താവിന്റെ മടങ്ങി വരവ് ചരിത്രത്തിൽ എപ്പോൾ സംഭവിക്കും? അതിന് ഒരു പ്രത്യേക കാലഘട്ടത്തെ കർത്താവിന്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ പ്രത്യേക കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി ഞാൻ വളരെ വേഗം ഒന്ന് ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇത് വ്യക്തമാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിഷ്കൽമഷ യുഗം കഴിഞ്ഞ് മനസാക്ഷി യുഗത്തിന്റെ സന്ധിയിൽ ചരിത്രത്തിൽ ഒരു ഭീകരമായ സംഭവം നടന്നു. ദൈവത്തിന് സ്തോത്രം. നോഹയപ്പച്ചനോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകമുണ്ടാക്കാൻ. പട്ടിയും പൂച്ച, എരുമ, എലിയും, പുലിയും, കോഴിയും, കുറുക്കനും ഒക്കെ ക്യൂ നിന്നി പെട്ടകത്തിൽ കയറി.
നാൽക്കാലികൾ പലതും കേറിയിട്ടും ഇരുകാലികൾ മുക്കാലും കേറിയില്ല. ദൈവത്തിന് സ്തോത്രം. നാട്ടുകാരെല്ലാം പെട്ടകത്തിൽ കേറിയിട്ട് വീട്ടുകാര് പെട്ടകത്തിൽ കേറിയില്ലേ, ഇതുപോലുള്ള കഷ്ടം മറ്റൊന്നില്ലല്ലോ. കൃപയാൽ നാട്ടുകാര് കേറിയില്ലേലും വീട്ടുകാര് കേറിയല്ലോ. നാട് മുഴുവൻ നന്നാക്കാൻ ഉപദേശി വേഷം കെട്ടി നടന്നതിന് ശേഷം സ്വന്തം വീട്ടുകാര് പലരുടെയും പെട്ടകത്തിൽ കയറാതെ കൈവിട്ടു പോകുമ്പോൾ നോഹയുടെ കുടുംബം പെട്ടകത്തിൽ ഉണ്ടായിരുന്നത് ഓർക്കുമ്പോൾ ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഒന്നും നേടിയില്ലെങ്കിലും എന്റെ തലമുറ എന്റെ കൂടെ പെട്ടകത്തിൽ കാണണമെന്ന് കൊതിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ഉയരട്ടെ. നിന്റെ കണ്ണുനീരിന് മുൻപിൽ ദൈവത്തിന്റെ കരം ചലിക്കാതിരിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. ഏതാണ്ട് 450 അടി നീളം, ഏതാണ്ട് 75 അടി വീതി, 45 അടി പൊക്കമുള്ള ഒരു പത്തേമാരി ഒരു വലിയ കപ്പൽ ഉണ്ടാക്കാൻ ദൈവം നോഹയോട് പറഞ്ഞു. സ്തോത്രം. ആ കപ്പലിന്റെ പണി ദൈവം കൽപ്പിച്ചതുപോലെ നോഹ പൂർത്തിയാക്കി. കാലാവസ്ഥയുടെ മേൽ ദൈവത്തിന്റെ കരം ഉയർന്നു. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട മേഖലയിൽ വിശ്രമിക്കുന്ന പെട്ടകം ഒരു തുള്ളി വെള്ളം പോലും പെയ്തിറങ്ങാത്ത ആ കാലഘട്ടത്തിൽ, എന്തിനേറെ ഒരു പൊടി മഞ്ഞ് പോലും ആകാശത്തിൽ ആ മഴയ്ക്ക് കാരണമായി ഉയർന്നു നിൽക്കാത്ത കാർമേഘം ഉയർന്ന് മഴ പെയ്യാത്ത കാലഘട്ടത്തിൽ ഒരു വെൺകീർ മേഘം പോലും തെളിവിലില്ലാതിരിക്കുമ്പോൾ ആ കർത്തൃദാസൻ പെരുമഴ പ്രവചിക്കാൻ തുടങ്ങി. സ്തോത്രം. പെരുമഴ പ്രവചിക്കാൻ തുടങ്ങി. എന്റെ ദൈവം പ്രവചനത്തിന്റെ നിവർത്തിയായി 2 വലിയ ജലശേഖരങ്ങളെ തുറന്നു വെച്ചു. ഒന്ന്, ആകാശത്തിന്റെ ജലയറ തകർത്ത് എന്റെ ദൈവം പ്രളയ ജലത്തെ താഴേക്ക് ഇരമ്പി ഇറക്കി. ഭൂഗർഭ ജലയറ തകർത്ത് പ്രളയ ജലത്തെ മുകളിലേക്ക് ഇരമ്പി ഉയർത്തി. സ്തോത്രം. 2 വലിയ പ്രളയങ്ങളുടെ മുകളിൽ ആ പെട്ടകം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട മേഖലയിൽ നിന്ന് അങ്ങോട്ട് ഉയരാൻ തുടങ്ങി. ഉയർന്ന് സ്തോത്രം. അന്നത്തെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ ഉച്ചിയിൽ കൂടെ പോലും പ്രളയജലം കയറി ഇറങ്ങിയപ്പോൾ അവിടുന്ന് 500 മൈൽ അപ്പുറത്ത് ടർക്കിയുടെ അതിർത്തിയിൽ ഇറാഖിന്റെ ബോർഡറിൽ ചരിത്ര വിസ്മൃതികൾ പേർ ഇന്നുമുള്ള അരാറാത്ത് എന്ന പർവ്വതത്തിന്റെ 16,950 അടി ഉച്ചിയിൽ വർഷത്തിന്റെ 11 മാസം മഞ്ഞു മൂടി കിടക്കുന്ന ആ മലയുടെ മുകൾ പരപ്പിൽ ചെന്ന് ഈ പെട്ടകം ഉറച്ചു. 2ാം ലോക മഹായുദ്ധകാലത്ത് വൈമാനികർ ഉറച്ചു കിടക്കുന്ന ഒരു പുരാവസ്തു കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് കാർബൺ ടെസ്റ്റ് നടത്തിയപ്പോൾ 6000 കൊല്ലം പഴക്കമുള്ള ഒരു വലിയ കപ്പലിന്റെ അവശിഷ്ടമെന്ന് കണ്ടെത്തിയ ആ ചരിത്രരേഖ യാഥാർത്ഥ്യമാണെങ്കിൽ, അതിൽ നിന്ന് നോഹയും കുടുംബവും പുറത്തു വന്നത് ഒരു സത്യമാണെങ്കിൽ, എന്റെ മുൻപിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, മനുഷ്യന്റെ പാപത്തിന്മേൽ ഈ പ്രകൃതിയെ കൊണ്ട് ന്യായം വിധിക്കുന്ന എന്റെ ദൈവത്തിന്റെ കരം, ഇതിന്റെ പുറകിൽ ചലിക്കുന്ന കാഴ്ച ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്കുക. ഇതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. മനുഷ്യന്റെ പാപത്തിന്മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയും ചലിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഈ രാത്രി പറയാം, സ്വർഗത്തിന്റെ ഒരു കോണിൽ ഉറക്കം തോന്നിയിരിക്കുന്ന പൊട്ടൻ മുതുക്കനല്ല ഈ രാത്രി ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം. എന്റെ ഭാഷ ഇച്ചിരി കഠിനമായി പോയെങ്കിലും ഈ രാത്രി ഞാൻ പറയട്ടെ, ചില വീടുകളുടെ സിറ്റ് ഔട്ടുകളിൽ നാട്ടിൽ വൃദ്ധരായ അപ്പച്ചന്മാർ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? 2 കാലും എടുത്ത് ചാരികസേനയുടെ മുന്നോട്ട് നീണ്ടിരിക്കുന്ന കാലയിലോട്ട് പൊക്കി വെച്ച് ദൈവത്തിന് സ്തോത്രം ചാരിക്കടന്ന് വായിൽ താമ്പൂല മിശ്രിതം എന്ന് പറഞ്ഞാൽ മുറുക്ക് ഇട്ട് ആട് ചവയ്ക്കുന്നത് പോലെ ചവച്ച് കട്ടിക്കണ്ണാടിയും വെച്ച് മനോരമ പത്രവും നീട്ടിപ്പിടിച്ച് മുൻപിൽ ഓടിക്കളിക്കുന്ന കൊച്ചുമക്കൾ കാണിക്കുന്ന ശുണ്ടിത്തരങ്ങളൊന്നും കണ്ടില്ലെന്ന മട്ടിൽ മണിക്കൂറുകൾ കാലം നീട്ടി വിശ്രമിക്കുന്ന അപ്പച്ചനെ പോലെ സ്വർഗത്തിന്റെ സിറ്റ് ഔട്ടിൽ ചാരിക്കടന്ന് ഉറങ്ങുന്ന ഒരു മുതുക്കനപ്പൂപ്പനല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. നീതിയോടെ ന്യായം വിധിക്കുന്ന അവന്റെ കരം, ഇതിന്റെ പുറകിൽ ചലിക്കുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ കണ്ണൊന്ന് ഉയർത്തി നോക്ക്. ഞാൻ സേവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ടെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയട്ടെ. അവൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ കരം ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, രാപ്പകൽ ഭേദമന്യ ദൈവത്തെ ആരാധിച്ച ദൂതഗണങ്ങൾ പാപം ചെയ്തപ്പോൾ ഇരുട്ടിന്റെ ദൂതന്മാരായി വലിച്ചെറിഞ്ഞ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, സോദോം ഗൊമോറ നിവാസികൾ പാപം ചെയ്തപ്പോൾ അഗ്നിഗന്ധകങ്ങളെ ഇറക്കി ചരിത്രത്തിന്റെ തീക്കടലാക്കി ആ മണ്ണിനോട് ന്യായം വിധിച്ച ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, പ്രകൃതി
പ്രകൃതിയെ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് ന്യായം വിധിക്കുന്ന ഒരു കരം, ഇതിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ, ഒരു വസ്തുത ഓർക്ക്, വീണ്ടും ജനിച്ച കുറെ ദൈവമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്റെ ദൈവം ഇന്ന് പ്രകൃതിയെ ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നത്. എന്നാൽ അവിടെ ഇവിടങ്ങളിൽ ചലനം കാണുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇതിന്റെ ബാക്കി വരാൻ തുടങ്ങുകയാണ്. ആ കരം ഇതിന്റെ പുറകിൽ ഉയരാൻ തുടങ്ങുകയാണ്. കർത്താവിന് സ്തോത്രം. വാത്സല്യ സഹോദരങ്ങളെ, ഇവിടെ ദൈവം പ്രകൃതിയെ നിയന്ത്രിക്കാൻ പ്രത്യേകം ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രപഞ്ച ശക്തികളെ ദൈവം ദൂതന്മാരെ കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് ഒന്ന് വന്നാട്ടെ. പ്രപഞ്ച ശക്തികൾ ദൈവത്തിന്റെ ദൂതന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന് 1-ാം വാക്യം, 16-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം. വേഗം നിർത്തി വായിക്കാൻ സഹായിക്കും. ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ചുക്കിച്ചുളിഞ്ഞ നാരിഞ്ഞാത്തോട് പോലെയുള്ള ഈ ഭൂമിയുടെ മീതെ ആഞ്ഞടിക്കുന്ന സൂപ്പർ സൈക്ലോണുകളെ നിയന്ത്രിക്കുവാൻ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത എന്റെ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവമാക്കിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, കട്രീന, റീത്ത, വിൽമ എന്നൊക്കെ പറഞ്ഞാൽ സഹോദരിമാരുടെ പേരല്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന വഴികൊണ്ടിരിക്കുന്ന സകല ദൈവങ്ങളും. കർത്താവിന് സ്തോത്രം. ഇതൊക്കെ ഇതിന് മുകളിൽ ചുഴറ്റി അടിക്കുമ്പോൾ എന്റെ ദൈവം അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ലെന്ന് ബോധ്യമുള്ള ദൈവമക്കളുടെ കാര്യം ഓർക്കണം. ഇതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. എന്താ നമുക്കറിയാം, ഈ ഭൂഗർഭം, ഈ ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്നത് ഉരുകിത്ത് വയ്ക്കുന്ന ലോഹദ്രാവകമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഭൂകമ്പം ഉണ്ടാകുന്നത്? ഭൂകമ്പം ഉണ്ടാകുന്നത് ഈ ഭൂഗർഭത്തിൽ ഉരുകിത്തിളയ്ക്കുന്ന ലോഹദ്രാവകമായ മാൻഡിലിന്റെ പുറത്ത് 100 കിലോമീറ്റർ ആഴത്തിൽ കിടക്കുന്ന ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന ഭൂഗർഭ ശിലകളുണ്ട്. അത് ഭൂഖണ്ഡങ്ങളെ വഹിച്ചിരിക്കുകയാണ്. വെള്ളത്തിൽ പൊങ്ങുതടി പോലെ ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭൂഗർഭത്തിൽ ഭൂഖണ്ഡങ്ങളെ വഹിക്കുന്ന ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ ഒന്നിനോട് ഇന്റർലോക്ക് ചെയ്യുമ്പോൾ ഉയരുന്ന പ്രത്യേക മർദ്ദമാണ് ഇവിടെ ഭൂകമ്പം എന്നറിയപ്പെടുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അന്തരീക്ഷത്തിലെ കാറ്റിനെ നിയന്ത്രിക്കാൻ എന്റെ ദൈവം ദൂതന്മാരെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയെ നിയന്ത്രിക്കാൻ ദൈവം ദൂതന്മാരെ വെച്ചിട്ടുണ്ട്. കാര്യം എന്തെന്നറിയാമോ? അമേരിക്കയെയും റഷ്യയെയും ലൗകികന്മാരെയും ജഡികന്മാരെയും നിയന്ത്രിക്കാനല്ല, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ ഇവിടെയുണ്ട്. നമ്മൾ ഇവിടുന്ന് പോകുന്നത് വരെ ഈ പ്രകൃതിയോട് കൽപ്പിക്കാൻ എന്റെ ദൈവം തന്നെ ദൂതന്മാരെ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ ഓർക്കുന്ന ന്യൂ ഓർലിയൻസ്, നമുക്കറിയാം ചരിത്രത്തിൽ ഞാൻ ഇതിനെ കുറിച്ച് വായിച്ചൊരു ഭാഗം ഓർക്കുന്നു. ഏതാണ്ട് 10 ലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ആ സമൂഹത്തിന് നടുവിൽ എന്റെ ഒരു സുഹൃത്ത് ആ സംഭവം നടക്കുന്നതിന്റെ ചില ദിവസങ്ങൾക്ക് പുറകിൽ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയിട്ട് റിപ്പോർട്ട് വന്ന് പറഞ്ഞു ഓർക്കുന്നു. സ്തോത്രം. ഫ്ലോട്ടിംഗ് കാസിനോകളിൽ പൂർണ്ണ നഗ്നരായ സ്ത്രീകൾ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഹോട്ടലുകൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ അവിടുത്തെ ദൈവത്തിന് സ്തോത്രം സോതോമ്യനായ ആ പട്ടണത്തിന്റെ മേയർ ഒരു പരസ്യ പ്രോഗ്രാം പ്ലാൻ ചെയ്തു. ആ കടൽ തീരത്ത് നിരവധി സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി, അത് ലെസ്ബിയൻ, ഗേ, മ്ലേച്ഛത ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കി. ആ പ്രോഗ്രാം നടക്കുന്നതിന്റെ തലേ രാത്രിയിൽ കട്രീന എന്ന ചുഴലിക്കൊടുങ്കാറ്റ് കൊണ്ട് ആ മണ്ണിനെ ദൈവം തകർത്തെറിഞ്ഞെങ്കിൽ, അവിടുത്തെ വൻപന്മാരുടെ ശവങ്ങളെ ദൈവം സ്രാവിന് ഊണാക്കിയെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി ഈ രാത്രി ഇവിടെ ഇരുന്ന് നോക്കിയിട്ട് ആത്മാവിൽ വിളിച്ചു പറയണം, ദൈവമേ നിന്റെ കരം ഇതിനെ പുറകിൽ ചലിക്കുന്നത് ഞങ്ങൾ ആത്മാവിൽ കാണുകയാണ്. കർത്താവിന് സ്തോത്രം. മയക്കുമരുന്ന് മാഫിയ കേന്ദ്രമായ മയാമിക്ക് എന്ത് സംഭവിച്ചു? ഇരിക്കുന്ന ദൈവമക്കൾക്ക് അറിയത്തില്ലേ മയാമിക്ക് എന്ത് സംഭവിച്ചു? സ്തോത്രം. വേശ്യകളുടെ നഗരം എന്നറിയപ്പെടുന്ന ലൂസിയാനയ്ക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾക്കറിയാമോ? ചരിത്രത്തിൽ ആദ്യമായി എയ്ഡ്സ് രംഗത്ത് വന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. എങ്കിലും 12ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് 1981-കളിൽ അത് ഹെയ്ത്തി എന്ന രാജ്യത്ത് നിന്നും ഇത് കിട്ടുന്നത് വരെ ലോകം ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരുന്നില്ല. സ്തോത്രം. ആഫ്രിക്കയിൽ കുരങ്ങുകളിൽ ഉത്ഭവിച്ച് മനുഷ്യ ശരീരത്തിൽ കയറിയ വൈറസാണ് എയ്ഡ്സ് എന്നറിയപ്പെടുന്നെങ്കിൽ തന്നെയും ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും പഠിപ്പിക്കലുകളുമുണ്ട്. എന്ത് മേഖലട്ടെ 81-കളിൽ 12ഓളം കനേഡിയൻ യുവാക്കന്മാർ അവിടെ നിന്ന് ഏറ്റുവാങ്ങിയെങ്കിൽ അന്നത്തെ അവിടുത്തെ സംസ്കാരം എന്താണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് പട്ടാപ്പകൽ പോലെ അറിയാം. എന്നാൽ ഒരു വസ്തുത പറയണം, മനസ്സിലാക്കണം. നമ്മളൊക്കെ ഒരു ഗാഠമായി ഉറങ്ങിയ ചൊവ്വാഴ്ച
പ്രാപിച്ച രാത്രി എന്റെ ദൈവത്തിന് സ്തോത്രം, പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള കരീബിയൻ മേഖലയിലെ ആ പ്രോട്ടോപ്ലിസ് തലസ്ഥാനമാക്കിയ ആ പ്രത്യേക സ്ഥലത്തെ ഒന്ന് പിടിച്ചു കുലുക്കി 60,000 പേരെ കൂട്ടിയിട്ട് ശവമടക്ക് നടത്തിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രി അലറിക്കരഞ്ഞു. ഇന്ന് രാത്രി ഒരു കാര്യം ദൈവമക്കളുടെ മധ്യത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഹെയ്ത്തിയെ, നിന്നിൽ പാപമുണ്ടെങ്കിൽ നിന്റെ പുറകിൽ സ്വർഗത്തിന്റെ തീ വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ കണ്ണുയർത്തി നോക്കട്ടെ. ഈ പ്രകൃതിയുടെ പുറകിൽ അവന്റെ കരം ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഇന്തോനേഷ്യയുടെ മേഖലയിൽ ഒരു സംഭവത്തിന്റെ ചിത്രം എന്റെ കയ്യിൽ കിട്ടി. സത്യത്തിൽ ആ ചിത്രം കണ്ടിട്ട് എന്റെ കണ്ണുനീർത്തുള്ളികൾ ആ ചിത്രത്തിൽ വീണു. സ്തോത്രം. മുസ്ലിം സമൂഹം കൂടുതൽ വസിക്കുന്ന, വർഗീയ വിപ്ലവങ്ങൾ നടക്കുന്ന ആ സ്ഥലത്ത് ഒരു മോപ്പിഡ് ബൈക്കിന്റെ പുറകിൽ ഒരു ചെറുപ്പക്കാരൻ പാതി എഴുന്നേറ്റ് നിൽക്കുന്നു ആ ചിത്രത്തിൽ. എന്നിട്ട് 4 തലകൾ ആ ചെറുപ്പക്കാരന്റെ കൈകളിലുണ്ട്. ഒരു വശത്ത് 2 സഹോദരിമാരുടെ തലകളാണ്. തലമുടി ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. തലയുടെ അടിയിലൂടെ, കഴുത്തിന്റെ അടിയിലൂടെ ചോര വാർന്നുകൊണ്ടിരിക്കുന്നു. 2 സഹോദരന്മാരുടെ കയ്യിൽ, മറ്റേ കയ്യിലുണ്ട്. മറ്റേ കയ്യിൽ 2 സഹോദരന്മാരുടെ തലകളാണ്. കഴുത്തിന്റെ അടിയിൽ ഇങ്ങനെ ചോർന്ന് വാർന്നുകൊണ്ടിരിക്കുന്നു. അടിക്കുറിപ്പുണ്ട്, ക്രൈസ്തവ പീഡനം, ക്രൈസ്തവ പീഡനം. അന്നൊരു ഡിസംബർ 24-ന് വിപ്ലവകാരികൾ ഒരു കാര്യം ക്രൈസ്തവരോട് പറഞ്ഞു, നിങ്ങളുടെ ദേവന്റെ ജന്മദിവസമാണ് നാളെ, പക്ഷേ ഈ പ്രതലത്തിൽ ഒരെണ്ണത്തെ നാളെ കാണരുത്. ഇന്ന് രാത്രി നിങ്ങൾക്ക് പ്രാർത്ഥനയും കൂട്ടായ്മകളും ഉണ്ടെങ്കിൽ നിങ്ങൾ മലമുകളിലേക്ക് ഓടിപ്പോയിക്കൊള്ളണം. നിങ്ങൾക്കറിയാമോ, ക്രൈസ്തവരെ ഓടിച്ചു മലമുകളിൽ കയറ്റിയതിനു ശേഷം ഇന്തോനേഷ്യയുടെ തെരുവിൽ മുസ്ലിം തീവ്രവാദികൾ നൃത്തം ചവിട്ടി. എന്നാൽ അന്ന് രാത്രിയിൽ ഇന്ത്യൻ ഫ്ലൈറ്റും ബർമീസ് ഫ്ലൈറ്റും കൂടെ ഭൂഗർഭത്തിലും ഇന്റർലോക്കായി കടൽ 700 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു. എന്തിനേറെ, ആ ദുഷ്ടന്മാർ നൃത്തം ചെയ്ത് കഴുത്തറത്ത് നൃത്തം ചെയ്ത സ്ഥലം ഇന്ന് സമുദ്രത്തിനടിയിലാണ്. ചരിത്രം അറിയുന്ന സുനാമിയുടെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാം സേവിക്കുന്ന ദൈവം ഇതിന്റെ പുറകിൽ കരം ഉയർത്തുന്നുണ്ടെന്ന് ആത്മാവിൽ കാണുന്ന ദൈവവേദനെ, നീ ഇന്ന് രാത്രി വാമൂട്ടി കണ്ണടച്ചൽ ഇവിടെ ഇരിക്കേണ്ടത് എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി കണ്ടിട്ട് പറയണം, ദൈവമേ, നിന്റെ കരം ഇതിന്റെ പുറകിൽ ഞാൻ കാണുന്നു. ഈ രാത്രി പ്രകൃതിയെ കൊണ്ട് മനുഷ്യന്റെ പാപത്തോട് കണക്ക് തീർക്കുന്ന ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ഉണ്ടെന്നോർത്ത് സ്തോത്രം ചെയ്യുന്ന രാത്രിയാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് സ്തോത്രം. ഗ്രഹാം സ്റ്റെയിൻസിനെ ഓർമ്മയില്ലേ? ആ സാധുക്കളായ കുഷ്ഠരോഗികൾ കളിഞ്ഞു പൊട്ടിയ വ്രണം വെച്ച് കെട്ടി ആ സാധുക്കൾക്ക് മരുന്നും ഭക്ഷണവും എത്തിച്ച ആ സാധു 2 പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം വഴിവക്കിൽ ലാൻഡ് ചെയ്ത ഒരു ജീപ്പിനകത്ത്, മഹേന്ദ്ര ജീപ്പിനകത്ത് കിടന്നുറങ്ങും അളവിൽ ദാരാ സിംഗിന്റെ നേതൃത്വത്തിലെ തീവ്രവാദികൾ ചെന്ന് നേരെ എണ്ണയെടുത്ത് വണ്ടിയുടെ മുകളിലേക്ക് ഒഴിച്ചിട്ട് തീ കത്തിക്കുമ്പോൾ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ വാരി പിടിച്ചുകൊണ്ട് ആ അപ്പൻ പിന്നോട് തുറന്ന് പുറകോട്ട് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കൂ, തൃശൂലം കൊണ്ട് അകത്തോട്ട് കുത്തി മലത്തിയിട്ട് വീണ്ടും അകത്തേക്ക് ഡീസൽ ഒഴിച്ച് അവരെ 3 പേരെയും കരിക്കട്ടകളായി കത്തിച്ച് ചാമ്പലാക്കിയപ്പോൾ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലായിരുന്നു. സ്തോത്രം. എന്തിനേറെ, ദൈവത്തിന് സ്തോത്രം. മന്ത്രിസഭയിൽ ഇത് ക്രൈസ്തവരോട് ചെയ്ത കൊടുങ്ക്രൂരതയുടെ ശിക്ഷയാണെന്ന് പറഞ്ഞതിന് അദ്ദേഹത്തെ പോലും ആ സമൂഹം പുറത്താക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അധികം താമസിക്കാതെ അത്യുഗ്രമായ ഒരു ചുഴലി കൊടുങ്കാറ്റ് കൊണ്ട് ആ മണ്ണിനോട് കണക്ക് തീർത്ത ദൈവമാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവമെങ്കിൽ അവൻ മരിച്ചിട്ടില്ല, അവൻ അവധിയെടുത്തിട്ടില്ല, അവൻ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയല്ല, അവൻ ഉറക്കത്തിലല്ല. എന്റെ മുൻപിൽ നിന്ന് വചനം കേൾക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്. ആ കരം ഇതിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയെ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ കരം 2014 ജൂലൈയിലും വ്യാപരിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ കൊടുങ്കാറ്റിന്റെ പുറകിൽ ചലിക്കുന്ന കരമേത ഞാൻ ഓർക്കുകയാണ്. സ്തോത്രം. കട്രീന, റീത്ത, വിൽമ കൊടുങ്കാറ്റുകളൊക്കെ ഉയർന്നെങ്കിലും സ്തോത്രം, ലൂസിയാനയിലും മയാമിയിലും അതേ ഒക്കെ ഇതിൽ പല പ്രതികൂലങ്ങൾ സംഭവിച്ച് നിരവധി ആളുകളുടെ ശവങ്ങൾ, സ്രാവുകൾ കൂണായി മാറിയെങ്കിലും അതേ കൊടുങ്കാറ്റ് തന്നെ ടെക്സസിന് നേരെ വന്നില്ലേ? എന്നാൽ അത് ഇങ്ങോട്ടടുക്കുന്നതിന് മുൻപ് അതിന്റെ ശക്തിയെ ബലഹീനമാക്കി ഒരു മരണം പോലും നടക്കാതെ കാലാവസ്ഥയെ നിയന്ത്രിച്ച കരമേതാന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അറിയാമോ? നിരവധി പ്രാർത്ഥനാ ഹോളുകൾ ഉയർന്നു നിൽക്കുന്ന അന്തരീക്ഷത്തെ, പ്രകൃതിയെ കൊണ്ട് നിയന്ത്രിക്കാൻ ഇന്ന് രാത്രിയും അവന്റെ കരം ചലിക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്കിയിട്ട് വിളിച്ചു പറ, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സൂപ്പർ സൈക്ലോണിന്റെ പുറകിൽ, ഇവിടുത്തെ സാഹചര്യത്തിൽ പറയാം,
സൂപ്പർ സൈക്ലോൺ എന്ന് പറഞ്ഞു ദൈവത്തിന്റെ കാര്യം ചലിക്കുന്നുണ്ടോ? കർത്താവിന് സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന് വരെ. ഇയ്യോബിന്റെ പുസ്തകം 37, 9, 10, 11, 12 അടിവരയിട്ട് വായിക്കണം. നോട്ട് ചെയ്ത് വെച്ചേക്കണം. അടുത്ത ദിവസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സംഭവത്തിന്റെ മുൻപിലും അത് പ്രത്യേകം നോട്ട് ചെയ്ത് വായിക്കണം. പെട്ടെന്ന് വായിക്കുക. ഇയ്യോബിന്റെ പുസ്തകം 37, 9, 10, 11, 12 വേഗം വായിച്ചാൽ. സൂപ്പർ സൈക്ലോണിന്റെ ഉത്ഭവത്തെ കുറിച്ച് ദൈവാത്മാവ് ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തര ദിക്കിൽ നിന്ന് കൊള്ളിലും വരുന്നോർത്ത വാക്യം. ദൈവത്തിന്റെ ശ്വാസം നീർക്കട്ട ഉളവാക്കുന്നോർത്ത വാക്യം. ഉറച്ചു പോകുന്നോർത്ത വാക്യം. ഈറൻ കൊണ്ട് തണുപ്പിക്കുന്നോർത്ത വാക്യം. പ്രകൃതി ശക്തികളെ കുറിച്ച് ദൈവാത്മാവ് എഴുതിയിരിക്കുന്നോർത്ത വാക്യം. ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റ് സൂപ്പർ സൈക്ലോൺ പുറപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെ വായിച്ചാട്ടെ. ഭൂമിയുടെ ഉപരിഭാഗത്ത് ഈ ഭൂമണ്ഡലത്തിൽ കൊടുങ്കാറ്റിനോട് കൽപ്പിക്കുന്നതൊക്കെയും ചെയ്യേണ്ടതിന് അവന്റെ ആദേശപ്രകാരം, അവന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് രാത്രി ഇങ്ങനെ ഒരു സംഭവം തലയുടെ മുകളിൽ ചുറ്റി സഞ്ചരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? സ്തോത്രം. ഇവിടെ കുറവായിരുന്നു തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ നിർദ്ദേശം അനുസരിച്ച് കൊടുങ്കാറ്റ് തലയുടെ മുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണുയർത്തി നോക്കുക. എന്റെ ദൈവം അറിയാൻ ഒന്നും സംഭവിക്കില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, പ്രകൃതിയെ കൊണ്ട് അന്തരീക്ഷത്തിൽ ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ കരം അവിടെ ഉയരുകയാണ്. ഈ പ്രത്യേക സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേദപുസ്തകം കർത്താവിന്റെ പുനരാഗമനത്തിന്റെ കാലം നിർണയിക്കുകയാണ്. അവിടെ നിർണയിക്കുന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. The days of Noah, ആ കാലഘട്ടം, ആ സംസ്കാരം ചരിത്രത്തിൽ തിരിച്ചു വരും. എന്തായി നോഹയുടെ കാലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? സ്തോത്രം. ഞാൻ പണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, നോഹയുടെ കാലത്തിന്റെ പശ്ചാത്തലം വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നാൽ ജനിപ്പിച്ചു 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 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിസ്റ്റായി കാണുന്നത്. എടാ, ഇതിനേക്കാട്ട് നല്ലത് വല്ല ടെലഫോൺ ഡയറക്ടറിയും വായിക്കുന്നതാണ് നല്ലതെന്ന് ഓർത്തു പോകും. കാരണം അതുപോലെ ജനിപ്പിച്ചു ജനിപ്പിച്ചു എന്ന ലിസ്റ്റ് കാണുമ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷെ വേദപുസ്തകം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമ്പോഴും സകലതും നിവർത്തിയാകുന്നത് വരെ ഇതിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകയില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ നിൽക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും വിസർഗത്തിനും വ്യംഗ്യത്തിനും ചമത്കാരത്തിനും വരെ ഉദ്ദേശമുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലം എന്ന ഒരു സംസ്കാരം ചരിത്രത്തിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ എന്താണെന്നതിന്റെ അർത്ഥം? എന്താ നോഹയുടെ കാലം എന്ന വാക്കിന്റെ അർത്ഥം? മോട്ടിലാൽ നെഹ്റുവിന്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നതിന്റെ അർത്ഥം? സ്വാമി വിവേകാനന്ദന്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നതിന്റെ അർത്ഥം? എബ്രഹാം ലിങ്കന്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നതിന്റെ അർത്ഥം? എബ്രഹാം ലിങ്കൻ എന്ന വ്യക്തിയല്ല ഇവിടുത്തെ പ്രസക്തി. മോട്ടിലാൽ നെഹ്റു എന്ന വ്യക്തിയല്ല ഇവിടുത്തെ കാര്യം. സ്തോത്രം. സ്വാമി വിവേകാനന്ദൻ എന്ന വ്യക്തിയല്ല ഇവിടുത്തെ വ്യക്തി. ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്ന കാലത്തിന്റെ സംസ്കാരം ചരിത്രത്തിൽ തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് തൊട്ടു മുൻപ് കാലത്തെ തിരിച്ചറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഏതാണെന്നറിയാമോ? നോഹ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ സംസ്കാരം എന്ന് ചരിത്രത്തിൽ തിരിച്ചു വരുമോ അന്ന് കർത്താവിന്റെ വരവ് അടുക്കൽ വാതിക്കലായിരിക്കുന്ന ദൈവമക്കൾ ഓർത്തുകൊള്ളണം. സ്തോത്രം. ഇന്ന് രാത്രി വേഗം നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോകാം. നമുക്കറിയാം, നോഹയുടെ അപ്പന്റെ പേരെന്താ? ലാമേക്ക്. നിങ്ങൾക്കറിയാം ലാമേക്ക്. ലാമേക്കിന്റെ അപ്പനാരാ? മെതുസലേഹ്. മെതുസലേഹിന്റെ അപ്പനാരാ? ഹാനോക്ക്. ഹാനോക്ക് എത്രാം തലമുറയിൽപ്പെട്ടവനായിരുന്നു എന്നാണ് യൂദയുടെ ലേഖനം പറയുന്നത് അറിയാമോ? ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്. അങ്ങനെയാണെങ്കിൽ ഹാനോക്കിന്റെ മകനായ മെതുസലേഹിന്റെ മകനായ ലാമേക്കിന്റെ മകനാണ് ആര്? നോഹ. അപ്പോൾ നോഹയുടെ കാലത്തെ സംസ്കാരം ഏതാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ വല്യപ്പനായ ഹാനോക്കിന്റെ കാലഘട്ടത്തിലെ സംസ്കാരത്തിലേക്ക് നിങ്ങളൊന്ന് പോയാൽ മതി. ഇതിന് നിങ്ങൾക്ക് തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വേഗം കടന്നു പോകാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്ന് ആ ഭാഗം നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരാം. 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ശാന്തമായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ചാൽ ശ്രദ്ധിക്കണേ. നമ്മുടെ 2 ജീനിയോളജികളെ, 2 തലമുറകളെ ഇവിടെ ഒന്ന് വിലയിരുത്തുകയാണ്. 1-ാമത്തെ തലമുറ, 2-ാമത്തെ തലമുറ. അപ്പൊ നോഹയുടെ കാലത്തെ നമ്മൾ എടുക്കണമെങ്കിൽ ഈ കാലത്തിന്റെ സംസ്കാരം ഒന്ന് പിടിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി എല്ലാവരും എന്നോടൊപ്പം ഉണ്ടെന്നാണ് എന്റെ ചിന്ത.
പണ്ടൊരിക്കൽ ദൈവത്തിന് സ്തോത്രം ചങ്ക് പൊട്ടി ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ ഭാഗം പ്രസംഗിച്ചേച്ച് ഇറങ്ങി വരുമ്പോൾ ഒരു പുള്ളി പുറകെ വന്ന് പറഞ്ഞു, പാസ്റ്റർ നിൽക്കണം, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇവ നന്നാകാനുള്ള ലക്ഷണം എന്താണെന്ന് വിചാരിച്ച് ചെവി കൊടുത്തപ്പോൾ ഇവൻ ചോദിക്കുക, കായിന് ഭാര്യ എവിടെ കിട്ടി? കഴിഞ്ഞ 1.5 മണിക്കൂർ നേരം ഈ ഉള്ളവൻ അല്ലത് കൂവി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഇവൻ വല്ലവനെയും ഭാര്യയുടെ കാര്യം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയെ പറഞ്ഞത്, ഈ പറയുന്നതിന്റെ ഉദ്ദേശം ഒന്നും മനസ്സിലാക്കാതെ മറ്റു പലയിടത്തും തല പോകുന്ന ആൾക്കാരോ അവരുടെ ഇരിപ്പ് കണ്ടപ്പോൾ ബോഡി ലാംഗ്വേജിലെ വിവരമല്ല. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രി ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ചിന്തിച്ചു പോകണം. നോഹയുടെ കാലത്തേക്ക്, ആ കാലഘട്ടത്തിന്റെ സംസ്കാരത്തിലേക്ക് നമ്മൾ ഇന്ന് രാത്രിയിൽ ഒന്ന് കടന്നു പോവുകയാണ്. ഒടുവിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും വേണം. ആ സംസ്കാരത്തിലേക്ക് നമുക്കറിയാം, ആദ്യത്തെ പിതാവ് ആദം. ആദമിന്റെ കുടുംബത്തിൽ 2 മക്കൾ ആരൊക്കെയാണ്? കായിനും ഹാബേലും. ഈ കായിനും ഹാബേലും എന്ന ആ ബന്ധത്തിൽ ഒരുത്തനെ കൊന്നു. നമുക്കറിയാം, കായിൻ ഹാബേലിനെ കൊന്നു. നിത്യതയുടെ തങ്കത്തെരുവീതിയിലേക്ക്, സ്വർഗത്തിന്റെ പൊൻതെരിക്കളിലേക്ക് സ്വർഗീയ മാലാഖമാർ വെള്ളിച്ചിറകുകൾ വഹിച്ച് അകമ്പടി സേവിക്കുമ്പോൾ ആദ്യമായി കാലൂന്നിക്കയറിയ വിശുദ്ധന്റെ പേര് പറയാമോ? കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നിത്യതയിൽ ആദ്യം കയറി ചെന്ന ഭക്തൻ സ്വന്തം കട്ടിലെ കടന്ന് ചത്തവനല്ല. സ്തോത്രം. നിത്യതയിൽ ആദ്യം കയറി ചെന്ന ഭക്തൻ ഒരു ബംഗ്ലാവ് പണിത് പോട്ടെ, ഒരു കുടിലും പോലും ഉണ്ടാക്കിയതല്ല. നിത്യതയിൽ ആദ്യം കയറി ചെന്ന ഭക്തൻ ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ടവനല്ല. സഹോദരന്റെ അടിയേറ്റ് നിലത്ത് വീണ് സ്വന്തം രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യം മുദ്രവെച്ച് അവൻ നിത്യതയ്ക്കായി പറന്നുപോയി. കഷ്ടത സഹിക്കുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ശാപമാണെന്ന് പഠിപ്പിക്കുന്ന ഈ തലമുറയ്ക്ക് നടുവിൽ കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് വലുതെന്ന് ബോധ്യമുള്ളവർ കണ്ണുകൾ ഉയർത്തി കാണുക. നിന്റെ കഷ്ടതയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ആർക്കുമില്ലാത്ത ശോധന നിനക്കുണ്ടെങ്കിൽ ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവങ്ങളും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആദ്യത്തെ പിതാവ് ആദമിന്റെ മകൻ ദൈവത്തിന് സ്തോത്രം കായി. ഇങ്ങോട്ട് വായിച്ചാട്ടെ 16-ാമത്തെ വാക്യം മുതൽ ആ വംശാവലിയിലേക്ക് നമ്മൾ വന്ന് നോഹയുടെ കാലത്തേക്ക് വരികയാണ്. വായിച്ചാൽ 16-ാമത്തെ വാക്യം. കായിന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോർത്ത് ദേശത്ത് ചെന്ന് അടുത്ത വാക്യം. കായിൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. ശ്രദ്ധിക്കണേ, ആരാ കായി? സാക്ഷാൽ ചെകുത്താന്റെ സന്തതി. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞ പിശാചിൽ നിന്നുള്ളവൻ. സ്വന്തം സഹോദരന്റെ ചോരക്കറ കയ്യിൽ പിടിച്ച മഹാവഞ്ചകൻ. പക്ഷേ അവൻ ഒരു കൂടാരം പണിതെന്നല്ല എഴുതിയിരിക്കുന്നത്. അവൻ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയെന്നുമല്ല. മഴത്തുള്ളിക്ക് അപ്പനുണ്ടോ എന്ന വാക്ക് യോബിന്റെ പുസ്തകത്തിൽ കേട്ടിട്ടില്ലേ? ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാരാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ബിൽഡിംഗ് നിർമ്മാണം, പട്ടണ രൂപീകരണം നടത്തിയത് ആരെന്നറിയാമോ? സ്വന്തം സഹോദരന്റെ ചോരക്കറ കയ്യിൽ പിടിച്ച കായിന. സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം ദൈവമക്കൾ തിരിച്ചറിയണം. കഷ്ടത സഹിക്കുന്ന ദൈവവൈദ്യരെ നിന്റെ ശോധനയുടെ പുറകിലും ദൈവത്തിന് കലഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ പിതാവ് ആദമിന്റെ മകൻ കായി ഒരു പട്ടണം പണിയുന്നു. വായിച്ചാട്ടെ. ശ്രദ്ധിക്കണം, വളരെ ഗൗരവമായി നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ ആ പട്ടണത്തിന് കൊടുത്ത പേര് യഹോവ നിസി എന്ന് എബനേസർ എന്നൊന്നുമല്ല. അവൻ ആ പട്ടണത്തിന് കൊടുത്ത പേര് ഹാനോക്ക് എന്നവന്റെ മകന്റെ പേര്. കൊടുത്ത വാക്യം. ഹാനോക്കിനെ ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. കൊടുത്ത വാക്യം. മെഹൂയേൽ മെതുശയേലിനെ ജനിപ്പിച്ചു. കൊടുത്ത വാക്യം. മെതുശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ എത്ര തലമുറയായി? ഞാൻ പറഞ്ഞ മുമ്പത്തെ ചിന്ത നിങ്ങളുടെ മനസ്സിലിരിക്കണം. നോഹയുടെ അപ്പന്റെ പേരെന്താ? ലാമേക്ക്. ലാമേക്കിന്റെ അപ്പനാരാ? ദൈവത്തിന് സ്തോത്രം മെതുശലേഹ്. മെതുശലേഹിന്റെ അപ്പനാരാ? ഹാനോക്ക്. അങ്ങനെയാണെങ്കിൽ യോബ് ദൈവത്തിന് സ്തോത്രം തിരുവഴുത്തിലെ യൂദയുടെ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ ആദം മുതൽ 7-ാമനായ ഹാനോക്ക്. അങ്ങനെയെങ്കിൽ ഹാനോക്കിന്റെ മകൻ മെതുശലേഹ്, മെതുശലേഹിന്റെ മകൻ ലാമേക്ക്, ലാമേക്കിന്റെ മകൻ നോഹ. നോഹയുടെ കാലം എങ്ങനെയായിരുന്നു എന്നറിയണമെങ്കിൽ ഹാനോക്കിന്റെ കാലം എങ്ങനെയാണെന്ന് തിരിച്ചറിയണം. ഹാനോക്ക് ആരായെന്ന് അറിയാമോ? ഹാനോക്ക് ആദം മുതൽ 7-ാമനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജീനിയോളജിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 1-ാമത് ആദമിന്റെ മകൻ, 2-ാമത് കായിന്റെ മകൻ ഹാനോക്ക്, 3-ാമത് ഹാനോക്ക്, 4-ാമത് ഈരാദിന്റെ മകൻ മെഹൂയേലിന്റെ മകൻ മെതുശയേലിന്റെ മകൻ ലാമേക്ക്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 7-ാമത്തെ ജനറേഷൻ വന്നു നിൽക്കുന്നു. 1-ാമത്തെ പിതാവ്
ആദമിന്റെ മകൻ രണ്ടാമത് കായീൻ, മൂന്നാമത് ഹാനോക്ക്, നാലാമത് ഈരാദ്, അഞ്ചാമത് മെഹൂയേൽ, ആറാമത് മെതുശയേൽ, ഏഴാമത് ലാമേക്ക്. ഇതാ ആദമിന്റെ കായീൻ വഴി വഞ്ചകനായ കായീന്റെ കൊച്ചുമക്കളിൽപ്പെട്ട ഒരു ലാമേക്ക്. അപ്പോൾ തന്നെ ആദമിന്റെ ശേത്തിലൂടെയുള്ള വംശാവലിയിൽ ഉടലോടെ എടുക്കപ്പെട്ട ഒരു ഹാനോക്ക്. അപ്പോൾ ആദമിന്റെ വഞ്ചകനായ കായീനിലൂടെ ജന്മം കൊണ്ട ഒരു ലാമേക്കും ആദമിന്റെ ശേത്തിലൂടെ വംശാപരമ്പരയിൽ രംഗത്ത് വന്ന് ഉടലോടെ എടുക്കപ്പെട്ട ഒരു ഹാനോക്കും. ഈ രണ്ടു പേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ലാമേക്കിന്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കിയാൽ നോഹയുടെ സംസ്കാരത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താൻ കഴിയും. ഒന്ന്, ഇവിടെ ലാമേക്കിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായിരുന്നു ലാമേക്കിന്റെ സ്വഭാവം? വായിച്ചാട്ടെ. വായിച്ചോ. ആരെങ്കിലും ഒരാൾ സ്ഫുടമായി വായിച്ച് സഹായിച്ചിരുന്നത് നന്നായിരുന്നു. ആരെങ്കിലും ദൈവത്തിന് സ്തോത്രം മൈക്രോഫോൺ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും. കണ്ട, കുടുംബ ജീവിതത്തിൽ ആദ്യമായി അടിത്തറ തകർന്നിട്ട് ബഹുഭാര്യത്വം രംഗത്ത് വരികയാണ്. വേദപുസ്തകത്തിൽ ഇതുവരെ കാണുന്നതെല്ലാം ബഹുഭാര്യത്വമല്ല, ഇവിടെ ഏകഭാര്യാവൃതം ചരിത്രത്തിൽ കാണുകയായിരുന്നു. എന്നാൽ ലാമേക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക്, ലാമേക്കിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇയാൾ ഭാര്യയെ എടുത്തു എന്നല്ല, 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റൊരുത്തിക്ക് സില്ല എന്നും. അടുത്ത വാക്യം. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ അവളെ എടുത്തു. ആദ ഈ വേദപുസ്തകത്തിലെ പേരുകൾക്കൊക്കെ അർത്ഥമുണ്ട്. കായീൻ എന്ന വാക്കിന്റെ അർത്ഥം ചുവന്നവൻ എന്നാണ്. ചുവന്നവൻ. ആദം എന്ന വാക്കിന്റെ അർത്ഥം ചുമന്നവൻ എന്നാണ്. കായീൻ എന്ന വാക്കിന്റെ അർത്ഥം കുന്തമെന്നാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്. കുന്തമെന്ന് എന്ന് പറഞ്ഞാൽ സ്വഭാവം അനുസരിച്ചാണ് പേര്. ആ നേച്ചർ അനുസരിച്ച് പേര് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഇവൻ 2 ഭാര്യമാരെ എടുത്തു. ഈ ഭാര്യമാരെ എടുക്കാൻ പ്രേരിപ്പിച്ച പ്രേരക ഘടകം ഏതാണെന്ന് അറിയാമോ? പ്രേരക ഘടകം മറ്റൊന്നല്ല. ഒരുത്തി എടുത്തപ്പോൾ അവളുടെ പേര് നോക്കിയാൽ മതി, അവളുടെ നേച്ചർ അറിയാം. അവളുടെ പേര് ആദാ. ആദാ എന്ന് പറഞ്ഞാൽ അഡോൺ, അലങ്കൃത. അവൾ ബ്യൂട്ടി പാർലർ വഴിയാ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അലങ്കൃത എന്ന് പറഞ്ഞാൽ ഈ അലങ്കൃതയെ കൂട്ടിച്ചേർത്തു. അലങ്കൃതയെ കൂടെ കുറെ കൊണ്ടു നടന്നു കഴിഞ്ഞപ്പോ പുള്ളിക്ക് പോരാ. അടുത്ത വാക്യം. അല്ലല്ല, ദൈവത്തിന് സ്തോത്രം. മറ്റൊരുത്തിക്ക് സില്ല എന്ന് പറഞ്ഞാൽ ട്വിങ്ക്ലിംഗ്, തിളങ്ങുന്ന, നിഴൽ വീഴ്ത്തുന്ന, സ്വാധീന ശക്തിയുള്ള എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അലങ്കൃതയെ കുറെ നാൾ കൂടെ കൊണ്ടു നടന്നപ്പോൾ പുള്ളിക്ക് പോരാ. അധികം താമസിക്കാതെ പുള്ളി തിളങ്ങുന്നവളെ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തെ തന്നെ ഇവിടെ പലർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ എന്ന് പറയുമ്പോൾ 2 എണ്ണത്തെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടന്നത്? ഏതായാലും വേണ്ടിയില്ല, അലങ്കൃതയും തിളങ്ങുന്നവളും 2ഉം കൂടെ കൂടി. അപ്പോൾ അന്നത്തെ സംസ്കാരത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണുയർത്തി നോക്കണം. എന്തായിരുന്നു അന്നത്തെ സംസ്കാരം? മാതൃകാപരമായി തലമുറകളെ ദൈവകൃപയിൽ വാർത്തെടുത്ത നമ്മുടെ അമ്മമാരെ ഓർത്ത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം പ്രസംഗിക്കുമ്പോൾ എന്നെ പ്രാർത്ഥനയിൽ ഒരുക്കിയ ഒരു അമ്മ എന്റെ പുറകിലുണ്ട്. ആ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുകയില്ലായിരുന്നു. എന്റെ മുൻപിലിരിക്കുന്ന മാന്യമായി കർത്താവിനെ ആരാധിക്കുന്ന അമ്മമാരെ ഓർത്ത് ഞാൻ വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തലമുറകൾ വാർത്തെടുക്കപ്പെടുന്നത് അമ്മമാരുടെ കണ്ണുനീരിന് മുൻപിലാണെങ്കിൽ നിന്റെ തലമുറ പ്രാർത്ഥനയുടെ കരങ്ങളിൽ ഉയർത്തപ്പെട്ടാൽ അതിനെ അവിടെ നിന്ന് തട്ടിയെടുക്കാൻ കഴിവുള്ള ഒരു ശക്തിയും ലോകത്തിലില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ രാത്രി കണ്ണുയർത്തി നോക്ക്. മാതൃകാ വനിതകൾ കുടുംബത്തിന്റെ സമ്പത്താണ്. എന്നാൽ ആ കാലഘട്ടത്തിന്റെ സംസ്കാരം ഇവിടെ എത്തി. ആ കാലഘട്ടത്തിന്റെ സംസ്കാരം നമുക്ക് തിരുവഴുത്തിലേക്ക് തന്നെ വരാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങൾ വന്ന് ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് 2-ാമത്തെ വാക്യം എടുത്താൽ വേഗം വന്നാൽ 6:2. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരുടെ അടുക്കൽ ചെന്ന് സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട്, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അവിടെ അടിസ്ഥാനപരമായി കുടുംബത്തിന്റെ തസ്തിക നന്നായി കാണാം. എന്താ അവിടുത്തെ പ്രത്യേകത? വിവാഹ ബന്ധത്തിന് ദൈവഹിതത്തിന്റെ തിരഞ്ഞെടുപ്പല്ല, ബാഹ്യ സൗന്ദര്യത്തിന്റെ പ്രദർശനമായിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഒന്ന്, കുടുംബജീവിതത്തിന്റെ ധാർമ്മിക അടിത്തറ തകർന്ന കാലം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കുടുംബജീവിതത്തിന്റെ ധാർമ്മിക അടിത്തറ തകർന്നു. അതിനുപരിയായി സൗന്ദര്യ പ്രദർശനത്തിന് സ്ത്രീലോകം രംഗത്ത് വന്നു. സ്തോത്രം.
വിവാഹ കമ്പോളങ്ങളിൽ പരപുരുഷന്മാരുടെ മനസ്സിൽ ചേക്കേറുക എന്ന ലക്ഷ്യത്തോടുകൂടെ സ്വന്തം ശരീരത്തെ വിശുദ്ധമല്ലാതെ പ്രദർശിപ്പിക്കുന്ന സ്ത്രീ സംസ്കാരത്തിലേക്ക് അന്നത്തെ തലമുറ മടക്കമറിഞ്ഞു. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുയർത്തി നോക്കണം. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഈ ശരീരം ദൈവത്തിന്റെ അത് ഇരിപ്പിടമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഈ ശരീരം ദൈവത്തിന്റെ ഇരിപ്പിടമാണെന്ന് ഞാൻ ഇന്ന് രാത്രി പറയട്ടെ. എന്റെ വസ്ത്രധാരണത്തിന്റെ പുറകിൽ പ്രേരിപ്പിക്കുന്ന ഘടകം ദൈവഭയമായാൽ എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? കൂടാരമായ ഭൗമ ഭവനമാണ് ഈ ശരീരമെങ്കിൽ എന്റെ ദൈവത്തിന്റെ വിശ്രമവേദിയാണ് ഈ ഭവനമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ഗൗരവമായ പ്രയോഗം ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിന്റെ വ്യവസ്ഥകൾ എന്ന് പുറങ്കാൽ കൊണ്ട് ചവിട്ടി എറിയുമോ അന്ന് ഒരു സമൂഹത്തിന്റെ ആസ്തിക്യം അസ്തമിക്കും. സ്തോത്രം. നിങ്ങൾ ഓർക്കണം, ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു വേദഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിലേക്ക് വന്ന് പെട്ടെന്ന് നിങ്ങളത് വായിച്ചു വിട്ടാണെന്നായിരുന്നു 22-5 വാക്യം. ആവർത്തന പുസ്തകം 22-5 വാക്യം ഒന്ന് വായിച്ചാട്ടെ. പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. വായിച്ചു. അങ്ങനെ ചെയ്യുന്നവനൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഈ വെറുപ്പ് എന്ന വികാരം അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് കരം ഉയർത്തിക്ക്. നിങ്ങൾക്കൊക്കെ ഈ വെറുപ്പ് എന്ന വികാരം അറിയാം. ഞാൻ ഇതിനെ കുറിച്ച് ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ സുഹൃത്തോട് ഞാൻ പറഞ്ഞു, ഒരിക്കൽ ഞാൻ അല്പം അസ്വസ്ഥതയുണ്ട് കേൾക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഒരു നടു റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ മുൻപിൽ വെള്ളക്കായ വീക്കിനി കുത്തിയ പോലെ ഒരു മനുഷ്യൻ ചുമച്ച് പോകുന്നു. ഞാൻ അല്പം മുൻപോട്ട് നീങ്ങുകയും ഇയാൾ എന്റെ മുൻപിലേക്ക് കാർത്തിച്ചൊരു തുപ്പിയത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എന്നെ ആകെ വിറച്ചു. കാരണം ഒരു കുടം തൈര് കമത്തിയിരിക്കുന്നത് പോലെ ഈ മനുഷ്യന്റെ വായിൽ നിന്ന് ഒരു കട്ടക്കഫം ഏതാണ്ട് 3-4 തുടം പോലെ വായിൽ നിന്ന് ഈ തിളച്ചു കിടക്കുന്ന ചാറിലേക്ക് വന്നു കിടക്കുകയാണ്. ഞാൻ ഇങ്ങനെ കണ്ണൊന്ന് അടച്ച് അല്പം ഒന്ന് മാറി നിൽക്കുന്ന സമയം ഞാൻ കാണുന്ന കാഴ്ച, അങ്ങേപ്പുറത്തെ വൃക്ഷക്കൊമ്പിൽ നിന്നൊരു കാക്ക ഡ്ന്ന് പറഞ്ഞ് വന്ന് താഴോട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് സ്ട്രോ ഇട്ട് തൈര് കുടിക്കുന്ന ഒറ്റ കുടി. അപ്പൊ എനിക്ക് വെറുപ്പാണ്, കാക്കയ്ക്ക് സുഖമാണ്. വേദപുസ്തകം പറയുന്ന പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ത്രീയുടെ വസ്ത്രം പുരുഷനും പുരുഷന്റെ വസ്ത്രം സ്ത്രീയും ധരിക്കരുത്. ഇങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. അതുകൊണ്ട് ഏത് വേഷം ധരിക്കണം അതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും തിമോത്തിയോസിന്റെ ലേഖനത്തിലാണ് അതിന്റെ വ്യക്തമായ പ്രയോഗം. ഒന്ന് വായിച്ചാട്ടെ. കർത്താവിന്റെ സ്തോത്രം. 1 തിമോത്തിയോസ് 2:9. വേഗം വായിച്ചാട്ടെ, പെട്ടെന്ന് വന്നാട്ടെ. 1 തിമോത്തിയോസ് 2:9 പെട്ടെന്ന്. ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ പുറകിൽ ലജ്ജാശീലം എന്ന വികാരം വേണം. എനിക്കറിയാം ഇതൊന്നും ഏക്കുന്ന തലമുറയല്ല ഇതെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു വസ്തുത ഓർക്കണം, ബൈബിൾ എന്നും യാഥാർത്ഥ്യമാണെന്ന് ഓർക്കണം. ബൈബിൾ എന്നും യാഥാർത്ഥ്യമാണ്. ഈ രാത്രി ഇവിടെ പ്രസംഗിക്കുന്ന വചനം ന്യായാസനത്തിന് മുൻപിൽ പ്രതിഫലിക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി യോഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ത്രീകൾ എങ്ങനെയായിരിക്കണം തന്നെ അറിഞ്ഞിരിക്കേണ്ടത്? ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ. ഇത് രണ്ടും നമ്മൾ കണക്റ്റഡാ. ലജ്ജാശീലവും സുബോധവും ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല. അപ്പോൾ സ്വന്തം ശരീരത്തിന്റെ ആന്തരിക ആകാര വടിവ്, മറച്ച് ഞാൻ പറയട്ടെ, ആന്തരികാകാര വടിവ് മറ്റൊരു പരപുരുഷന്റെ കണ്ണുകളിൽ മനോഹരമായി പ്രദർശിപ്പിക്കത്തക്ക വിധം വേഷം ധരിക്കുന്ന ലജ്ജയില്ലാത്ത ഒരു പെൺകുട്ടി ബൈബിളിന്റെ ഭാഷയിൽ സുബോധം നഷ്ടപ്പെട്ടവളാണ്. സ്തോത്രം. പോട്ടെ, ഒരു വസ്തുത ഞാൻ പറയാം. സർവശക്തന്റെ കണ്ണുകൾ ഇതിനെ അറപ്പായി കാണുന്നു. ചില ജീൻസ് ഒക്കെ വലിച്ചു കയറ്റി, ചില ബെന്യനൊക്കെ വലിച്ചിറക്കി, ചിലതൊക്കെ നിൽക്കുന്നത് കാണുമ്പോ അമ്പോ എങ്ങനെ ഇതിനകത്ത് കയറിപ്പറ്റി അപ്പോ എന്ന് പാവപ്പെട്ടവൻ നെഞ്ചത്ത് കൈവച്ച് നോക്കുമ്പോ ചില ഹൈടെക് കൊച്ചമ്മമാരൊക്കെ തലകുലുക്കി നടക്കുന്നത് കാണുമ്പോ കായിന്റെ സന്തതി എന്നല്ലാതെ പിന്നെന്തോ പറയാൻ.
നിങ്ങൾ സ്തോത്രം പറയത്തില്ലെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി എന്റെ മുൻപിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, ലോകം എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനേക്കാൾ എന്റെ ദൈവം എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അകത്ത് തിരിച്ചറിയുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ എത്ര പേർ ഇന്ന് രാത്രിയിൽ പിതാക്കന്മാരെടുത്ത് ഉപദേശ സത്യത്തിന് വേണ്ടി വസ്ത്രധാരണത്തിലും ആഡംബരത്തിലും മിതത്വം പാലിച്ച് എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകും. നിന്റെ പ്രതിഷ്ഠയുടെ പുറകിൽ ദൈവത്തിന്റെ കരം വ്യാപരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർക്ക് തെറ്റിയെന്ന് ചിന്തിക്കുന്ന എത്ര പേര് ഇവിടെയാണ്? പിതാക്കന്മാർക്ക് തെറ്റിയെന്ന് ചിന്തിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു പിതാക്കന്മാർക്ക് തെറ്റിയിട്ടില്ല. നമുക്കാണ് ഈ തലമുറയിൽ തെറ്റിപ്പോയിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഒരു മാതാവിനോട് പറഞ്ഞു, കുഞ്ഞെ, ഞാൻ ദൈവത്തിന് സ്തോത്രം ആഭരണാദികൾ മാറ്റി ആരാധിച്ച് വീട്ടിലെത്തുമ്പോൾ എന്റെ ഭർത്താവ് എന്റെ കയ്യിലോട്ട് കയറി പിടിച്ചിട്ട് തന്റെ കയ്യിലിരുന്ന ഉൾത്തടി കൊണ്ട് എന്റെ കൈത്തണ്ടിൽ ഒരൊറ്റയടി എന്റെ കൈ മൂന്നായിട്ടൊടിഞ്ഞു. അധികം താമസിക്കാതെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്റെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു. ഞാൻ സ്തോത്രം പറഞ്ഞ് സഹിച്ചു. ദൈവത്തിന് സ്തോത്രം. 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിലെ പ്ലാസ്റ്റർ മാറ്റുന്ന പരുവമായി. അതിന്റെ പിറ്റേ ദിവസം ഞാൻ പോയി ദൈവത്തെ ആരാധിച്ചു. ഭർത്താവ് പറഞ്ഞ കാര്യം, എങ്കിലും ആ കെട്ടുതാലി പറിച്ചേച്ച് നീ വന്നതിലാ എനിക്ക് നിന്നോടുള്ള വിരോധം. സ്തോത്രം. ഒരു പ്രിയപ്പെട്ടവർ പറഞ്ഞു തോർക്കുന്നു, തുടരെ പോലൊരു മാല കഴുത്തിലിട്ട്, സ്തോത്രം, എന്റെ കയ്യിൽ ഒരു തരിവളയും തനി സ്വർണത്തിന്റെ ഇട്ട് വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഞാൻ ഏറ്റുവാങ്ങി. അന്നൊരു രാത്രിയിൽ ഞാൻ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം ഞാൻ കണ്ടു. ദർശനം ഇതാണ്: യേശു തന്റെ ആളത്വത്തിൽ എന്റെ കൺമുൻപിൽ വന്നു നിൽക്കുന്നു. അതിനുശേഷം എന്റെ ആഭരണാദികൾ എന്റെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് അവൻ തന്റെ കരങ്ങൾ കൊണ്ട് എന്റെ കൈകളിലേക്ക് തന്നിട്ട് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ലോകത്തെ ജയിച്ച ജയമോ നിന്റെ വിശ്വാസം തന്നെ. കർത്താവിന് സ്തോത്രം. ഒരു സഹോദരി പറഞ്ഞു ഓർക്കുന്നു, ആത്മസ്നാനം പ്രാപിച്ച് വിശ്വാസ സത്യങ്ങളിലേക്ക് നടത്തപ്പെടുന്ന സമയം മുഴങ്കാൽ മടക്കി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ കൈ അറിയാതെ വിറച്ചുകൊണ്ട് എന്റെ മാലയിലേക്കും കമ്മലിലേക്കും പോയി. അത് അവിടുന്ന് ഞാൻ അറിയാതെ അടിച്ചെടുത്തതിന് ശേഷം സ്തോത്രം അടുത്തു വന്ന സ്തോത്ര കാഴ്ച പാത്രത്തിലേക്ക് ഇട്ടു. അന്തരാത്മാവിൽ ദൈവാത്മാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആ ദർശനം പ്രാപിച്ച ഒരു തലമുറ ഇതിന്റെ പുറകിൽ നിൽക്കുമ്പോൾ, ആരൊക്കെ എന്നെ മാന്യരായി കണ്ടില്ലെങ്കിലും എന്റെ ദൈവം എന്നെ വിശുദ്ധനായി കാണുന്നെങ്കിൽ അതാണ് എനിക്ക് വലുതെന്ന് ബോധ്യമുള്ള കൃപ ലഭിച്ച ദൈവമക്കൾ ഈ രാത്രി കണ്ണുയർത്തി നോക്കട്ടെ. സ്വന്തം ശരീരത്തിന്റെ ആന്തരികാകാര വടിവ് മറ്റുള്ളവരുടെ കണ്ണുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പുരുഷന്മാരെ ആകർഷിക്കത്തക്ക വിധം സ്ത്രീ സൗന്ദര്യം കച്ചവട ചരക്കാക്കിയ കാലമായിരുന്നു നോഹയുടെ കാലം. വായിച്ചാട്ടെ.